മീനങ്ങാടി വീട്ടിലേക്ക് വന്നാലേ എപ്പോഴും പതിവാണ് കേട്ടോ ഒന്ന് തറവാട്ടിക്ക് പോവല്. വല്യമ്മച്ചിനെ വല്യപ്പാനെ ഒന്ന് കാണാനാണ് കേട്ടോ. അപ്പം ഞാനിതാ അവിടുന്ന് നേരെ ഉപ്പച്ചിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വല്യപ്പ മേലെ ഇരിക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ വല്യപ്പാനെ കൂട്ടിയിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇതാണ് ഞങ്ങളെ തറവാട് വീട്. അപ്പം എപ്പോൾ വന്നാലും ഒന്ന് ഇവരെ വന്ന് കണ്ടിട്ട് പോയില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. കുറേ ആയി ഞാൻ വല്യമ്മച്ചിനെ വല്യപ്പാനെ കണ്ടിട്ടു. അപ്പോൾ ഒന്ന് അങ്ങനെ വന്നതായിരുന്നു. കുട്ടികളും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ആജുവിൻ്റെ മോളുണ്ട്, പിന്നെ എൻ്റെ കുട്ടികളുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉപ്പച്ചീൻ്റെ ചെറിയ പെങ്ങളും മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓർക്കും ലീവ് ആയതുകൊണ്ട് ഓരെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളും കൂടെ വന്നിട്ട് ജഗ പുകയായിന് കേട്ടോ. ഇവിടെ ഒച്ചയും ബഹളവും വന്നപ്പോൾ മുതൽ എൻ്റെ മക്കളെ കണ്ണിതാ ദീമ ഫിറ്റാക്കിയിരിക്കണം കേട്ടോ. നാഫിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തതൊക്കെ കണ്ടാൽ നല്ല ഇഷ്ടമാണ്. ഓനക്ക് ഇനിയിപ്പോൾ പുരേ പോയി ഇങ്ങനത്തെ അക്കോറിയോ മീനൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇപ്പം ഓന് നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞു. ഞങ്ങളിതാ ചായക്കുള്ള കടിക്കുള്ള പരിപാടിക്ക് പോവുകയാണ്. ഞങ്ങൾ വരുന്നുണ്ട് എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ വല്യമ്മച്ചിയും അമ്മായിയാണ്, എന്നാലും ഞങ്ങൾ വശീന്ന് വിളിക്കണത് കൊണ്ട് അങ്ങനെ തന്നെ ശീലമായി പോവാണ്. ഉപ്പച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പച്ചി ഇപ്പോൾ അവിടെ ആത്തച്ചക്ക കഴിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ഉപ്പച്ചി ചായ കുടിക്കാനൊന്നും നിന്നിട്ടില്ല. ഞങ്ങളെ കൂട്ടാൻ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ കൂട്ടാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു കേട്ടോ. രാത്രിയാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കൂടെ കൂടി ഞങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈകുന്നേരത്തെ ചായക്ക് കടിക്ക്. അങ്ങനെ ഇതാക്കണ് പഴംപൊരിയും കട്ടൻ ചായയും നമ്മളെല്ലാവരും ഇരുന്നതാ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൂടെ ഞങ്ങളെ കഥ പറയലും ഉണ്ട് കേട്ടോ. കാരണം കുറേ ആവുമല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ കാണൽ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കാണുള്ളൂ. അതുകൊണ്ട് ഭയങ്കരമായ കഥ പറച്ചിലൊക്കെ ഉണ്ടാവും. ഇത് എൻ്റെ ഉപ്പച്ചിൻ്റെ ഇളയ അനിയനാണ് കേട്ടോ, ഓരോ മോനുമാണ്. അപ്പോൾ അത് ഓരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോൾ ഇവർ സമ്മതിക്കണില്ല കേട്ടോ. ചോറ് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പിടിച്ച് നിർത്തി. ഉപ്പച്ചിനോടും ഉമ്മാനോടും ആങ്ങളിനോടൊക്കെ രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടെ ഇവിടുന്ന് ചോറ് വെച്ചിട്ട് പിന്നെ രാത്രി പോവാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ ചിക്കൻ കറിയും നെയ്ച്ചോറും ഉപ്പേരിയും പപ്പടവും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം തന്നെ ഞാനും കൂടിക്കൊടുത്തു. അപ്പോഴേക്കും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ തന്നെ വേഗം ആക്കിയിട്ടുണ്ടായി. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടെ. പിന്നെ എൻ്റെ ഈ രണ്ട് ചെക്കന്മാർ എവിടെ പോയാലും അടിയായിരിക്കും കേട്ടോ. ചെറിയൊരു ചെണ്ട കിട്ടിയിട്ടുണ്ട് നാസിക്ക്. അത് ഓനിക്കിപ്പോൾ കൈത്തുകൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ആ ഇളകിങ്ങോണ്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ കറിയൊക്കെ അടുപ്പത്താക്കിയാണ്. പിന്നെ ഇപ്പുറത്തേക്ക് ഉമ്മയും ആഷിക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. നാസിമോന് വണ്ടിയിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായി. അപ്പോൾ ഓനോട് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ. ഇതിൻ്റെ വല്യമ്മച്ചിയാണ്. പിന്നെ ചോറും കറിയൊക്കെ ആക്കി ഉമ്മയും വന്നു. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോരുമ്പം ഏകദേശം ഒരു 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുരയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.